സാധാരണപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരം ഉണ്ടെന്നറിയാം, മൈൻഡ് ഉണ്ടെന്നും അറിയാം, പക്ഷെ സ്പിരിറ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. അറിയുന്ന വ്യക്തികളുണ്ടാകാം, പക്ഷേ വിരളമായിട്ട് മാത്രം. ആദ്യം എനിക്ക് പറയേണ്ടത് ഇത് മൂന്നും ഒരു വ്യക്തിയിൽ ശക്തമായി ഉണ്ടെന്നാണ്. ശരീരം എത്രത്തോളം നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നോ അതുപോലെ തന്നെ എന്തുകൊണ്ട് മനസ്സുമുണ്ട്. ശരീരത്തെക്കാളും മനസ്സിനേക്കാളും പവർഫുള്ളായിട്ട് ഏതുമുണ്ട്? സ്പിരിറ്റുമുണ്ട്. അപ്പോൾ അഭിമുഖീകരിക്കേണ്ടത്. ഇനി ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ശാരീരികമായ കോൺഷ്യസിലായിരിക്കും. ശാരീരിക ബോധം എന്ന് പറയാം, അല്ലെങ്കിൽ ബോഡി കോൺഷ്യസ് ആയിരിക്കും. എല്ലാ മനുഷ്യരും, ഒരു 99% മനുഷ്യരും ബോഡി കോൺഷ്യസ് ആണ്. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് ശരീരത്തിനായതുകൊണ്ട് എല്ലാ ആൾക്കാരും ബോഡി കോൺഷ്യസ് ആണ്. ഇനി അതുപോലെ തന്നെ മൈൻഡും ആൾക്കാർക്ക് അറിയാം, സന്തോഷം, സങ്കടം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എവിടെയാണ്? മനസ്സിനകത്താണ്. അതുപോലെ മനുഷ്യൻ്റെ ബുദ്ധി, ഓർമ്മശക്തി, ഇതെല്ലാം മനസ്സിനകത്താണ്. അപ്പോൾ ഇതും ആൾക്കാർക്ക് അറിയാം. അപ്പോൾ മൈൻഡ് കോൺഷ്യസും ഏറെക്കുറെ ആൾക്കാർ അവെയറാണ്. പക്ഷെ ആർക്കും അറിയാത്തൊരു കാര്യമാണ് സ്പിരിറ്റ്, അല്ലെങ്കിൽ വളരെ നെഗ്ലജിബിളായിട്ടുള്ള രീതിയിൽ അതിനെ വിടുന്നതാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്. സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ശരീരം ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരം ഇപ്പോൾ മൈൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശരീരത്തിൻ്റെ ഭാഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ സന്ധ്യാസമയമാണല്ലോ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കൊതുക് വരും. കൊതുക് വന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് കടിക്കും. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ കൊതുക് കടിച്ച സ്ഥലത്ത് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടും. അപ്പോൾ ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ ശരീരം ആരോട് പറയുകയാണ് എനിക്ക് ചൊറിയുന്നുവെന്ന്? ശരീരം മൈൻഡിനോട് പറയുകയാണ്, അയ്യോ എനിക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചൊറിയുന്നുണ്ട് എന്ന് മൈൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അത് ശരീരത്തിൻ്റെ ഭാഷയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈൻഡ് എന്ത് ചെയ്യും? മൈൻഡ് ഉടൻ തന്നെ ബ്രെയിനോട് പറയും. ബ്രെയിൻ എന്ത് ചെയ്യും? കൈയോട് പറയും. അപ്പോൾ കൈ വന്നിട്ട് ആ ചൊറിയുന്ന ഭാഗത്ത് എന്ത് ചെയ്യും? ഒന്ന് ചൊറി, അല്ലെങ്കിൽ ഒന്ന് തിരുമ്മി കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതേ രീതിയിൽ ശരീരം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? മൈൻഡിനോട് ശരീരത്തിൻ്റേതായിട്ടുള്ള ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ത്രൂ ഔട്ട് ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു തലവേദനയെക്കുറിച്ചാണ്. തലവേദന എല്ലാവർക്കും വരുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തലവേദനയെക്കുറിച്ച് പറയാം. അപ്പോൾ തലവേദനിക്കുമ്പോൾ ബോഡിയിലല്ലേ അത് ഫീൽ ചെയ്യുന്നത്? ഏത് ഭാഗത്ത്? ചില ആൾക്കാർക്ക് ഈ കണ്ണിൻ്റെ മുകളിലായിരിക്കാം, ചില ആൾക്കാർക്ക് ഈ ചെവിയുടെ സൈഡിലായിരിക്കാം, ചില ആൾക്കാർക്ക് ഇവിടെ ആയിരിക്കാം. അപ്പോൾ പല ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടും. സോ ഈ തലവേദന അനുഭവപ്പെടുന്ന സമയത്ത് ബോഡി എന്ത് ചെയ്യും? മൈൻഡിനോട് പറയും എനിക്ക് തലവേദനിക്കുന്നുണ്ട്. അപ്പോൾ മൈൻഡ് എന്ത് ചെയ്യും? ആദ്യം മൈൻഡ് പഠിച്ചു വച്ചിരിക്കുന്ന ഡീഫോൾട്ടായിട്ടുള്ള കാര്യത്തെ മൈൻഡ് അപ്ലൈ ചെയ്യാനായിട്ട് ബോഡിയോട് പറയും. ആദ്യം എന്ത് ചെയ്യും? നമ്മൾ തലവേദന കൈവച്ച് കുറച്ച് സമയം ഒന്ന് ഒരു പ്രഷർ ചെയ്ത് വെക്കും. ഇതാണ് ഫസ്റ്റ് നമ്മുടെ മൈൻഡ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മൈൻഡ് ബ്രെയിനോട് പറയും, ബ്രെയിൻ വന്ന് കൈയോട് പറയും, കൈ എന്ത് ചെയ്യും? ആ തലവേദന എടുക്കുന്ന ഭാഗത്തുനിന്ന് ഒരു പ്രഷർ കൊടുക്കും. കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പ്രഷർ വെച്ചിട്ട് ഇരിക്കും, വെയിറ്റ് ചെയ്യും. ഇതാണ് മൈൻഡ് നമ്മളോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈൻഡ് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? ശരീരത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ശരീരം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു? മൈൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അടുത്ത് ഈ തലവേദന അതിൽ മാറിയില്ല എന്നിരിക്കട്ടെ. എപ്പോൾ മാറിയില്ല? ഇങ്ങനെ കൈവച്ചിട്ട് കുറേ സമയം പ്രഷർ കൊടുക്കുമ്പോൾ തലവേദന മാറിയില്ല എങ്കിൽ അടുത്ത ബോഡി വീണ്ടും മൈൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, തലവേദന മാറുന്നില്ല, കൂടുന്നുണ്ട്. അപ്പോൾ മൈൻഡ് എന്ത് ചെയ്യും? മൈൻഡിന് അറിയാവുന്നുള്ള അടുത്ത കാര്യത്തിനകത്തേക്ക് മൈൻഡ് പോകും. അപ്പോൾ പറയും ഒരു തോർത്തെടുക്ക്, അല്ലെങ്കിൽ ഒരു തുവാല എടുക്ക്, എന്നിട്ട് നന്നായിട്ട് അമർത്തി ഒന്ന് നല്ല മുറുക്കി ഒന്ന് കെട്ടി നോക്ക്. അപ്പോൾ നമ്മളൊരു തലയിൽ കെട്ട് കിട്ടും. അങ്ങനെ കുറച്ച് സമയം ഇരിക്കും. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് കിടക്കാൻ പറയും. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കിടന്ന് റെസ്റ്റ് എടുത്ത് നോക്കും. ചില തലവേദനയ്ക്കാണെങ്കിൽ അതിലങ്ങ് മാറും. അപ്പോൾ ശരീരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഓക്കെ മാറിയെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മാറിയില്ലെങ്കിലോ വീണ്ടും ശരീരം കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും. അപ്പോൾ മൈൻഡിന് വീണ്ടും ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ മൈൻഡ് പറയും ശരി, അടുത്ത മൈൻഡ് പഠിച്ചു വെച്ചിരിക്കുന്ന അടുത്ത കാര്യം എടുക്കുക, ഒരു ഡോളോ എടുക്കുക, അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു വിക്സ് ആക്ഷൻ 500 എടുക്കുക. ഇങ്ങനെ നമ്മുടെ മൈൻഡിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ മൈൻഡ് അടുത്ത് ആരോട് പറയും? ബ്രെയിനോട് പറയും. ബ്രെയിൻ എന്ത് ചെയ്യും? കാലിനോട് പറയാം. അപ്പോൾ കാലെണീറ്റ് എങ്ങോട്ട് പോകും? ഗുളിക വെച്ചിരിക്കുന്ന സ്ഥലത്തടുത്ത് പോകും. ചിലപ്പം മേശയുടെ ഡ്രോയറിലായിരിക്കും. അപ്പോൾ കാല് നമ്മുടെ ശരീരത്തെ എവിടെ എത്തിക്കും? മേശയുടെ ഡ്രോയറിലെത്തിക്കും. അപ്പം വീണ്ടും മൈൻഡ് തലച്ചോറ് വഴി കൈയോട് പറയും ആ ഡ്രോയർ
പുള്ള് ചെയ്യാൻ പറയും, എന്നിട്ട് അതിനകത്തിരിക്കുന്ന ടാബ്ലറ്റ് എടുക്കാൻ പറയും, പൊട്ടിക്കാൻ പറയും, അല്ലേ? വീണ്ടും മൈൻഡ് ബ്രെയിനോട് പറയും, കാലിൻ്റെ ഇൻഫർമേഷൻ എത്തും, കാല് നേരെ കിച്ചണിൽ പോകും, എന്തെടുക്കാനാ? വെള്ളം എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാ കാര്യത്തിൻ്റെ അകത്ത് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ബോഡി ടു മൈൻഡും മൈൻഡ് ടു ബോഡി. ഫൈൻ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിനകത്ത് സ്പിരിറ്റിൻ്റെ പങ്കെന്താണെന്ന്. ഓക്കെ, അപ്പോൾ ആ സ്പിരിറ്റിൻ്റെ പങ്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ഈ തലവേദന ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ കൊണ്ടുപോകട്ടെ. അപ്പോൾ ഡോളോ കഴിച്ചിട്ട് മാറിയില്ല, അല്ലെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചിട്ടും തലവേദന മാറിയില്ല. അപ്പോൾ ബോഡി വീണ്ടും കലശലായിട്ട് പറയുവാണ്, എനിക്ക് വേദന എടുക്കുന്നുണ്ട്, ഈ മൈൻഡ് നീ പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യം നടക്കുന്നില്ല, അടുത്തെന്താ പരിപാടി എന്നുള്ളത് ശരീരം ചോദിക്കും. പിന്നെ അവസാനം ഒരു നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ മൈൻഡ് പറയും, ആരെ കാണാൻ പോകാൻ പറയും, ഒരു ഡോക്ടറെ കാണ് എന്ന് പറയും. അപ്പോൾ ബോഡി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ബോഡി മൈൻഡ് കോൺവെർസേഷൻ പോകുന്നത്. ഇനി ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു, കാര്യങ്ങളൊക്കെ വഷളായി പോവുകയാണ്, തലവേദന ഒന്നും നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ബോഡി മൈൻഡിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എനിക്ക് തലവേദന കലശലാകുന്നു, പ്രശ്നമാണ്, മരുന്ന് കഴിച്ചിട്ട് നിൽക്കുന്നില്ല, ഡോക്ടറെ കണ്ടിട്ട് നിൽക്കുന്നില്ല, ട്രിപ്പ് ഇട്ടിട്ട് നിൽക്കുന്നില്ല, ഒന്നിലും നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ മൈൻഡ് അവസാനത്തെ 18ാമത്തെ അടവെടുക്കും. ഈശ്വര, ദൈവമേ, ആരെ വിളിക്കാൻ തുടങ്ങും? മൈൻഡ് ഈശ്വരനെ വിളിക്കാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ ഏറ്റവും അവസാനം 18ാമത്തെ മൈൻഡിൻ്റെ അടവാണ്. ഏത് കാര്യത്തിലാണ്? തലവേദന കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പഠിച്ച പണി 18 നോക്കും മൈൻഡ്. എല്ലാ വാതിലും അടയുമ്പോൾ മൈൻഡ് പിന്നെ എങ്ങോട്ട് നോക്കാൻ തുടങ്ങും? അത് നമ്മൾ ആരോ പഠിപ്പിച്ചതാണ്, അല്ലേ? ആ മൈൻഡിനെ ആരോ പഠിപ്പിച്ച ഇൻഫർമേഷൻ വെച്ചിട്ടാണ് എല്ലാ വാതിലും അടഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് വിളിക്കണം എന്നുള്ളതാണ് മൈൻഡിൻ്റെ ഇൻഫർമേഷൻ. ഈശ്വരനെ വിളിക്കണം, ദൈവത്തെ വിളിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ് എങ്ങോട്ട് നോക്കാൻ തുടങ്ങും? ഈശ്വരനിലേക്ക് നോക്കാൻ തുടങ്ങും. ഇവിടെയാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ് ഇരിക്കുന്നത്. ഈ നമ്മൾ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ്റെ ആയിട്ടുള്ള ശരിക്കുമുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള ആൻസർ ഇവിടെയാണ്. 99% സാധാരണ മനുഷ്യരും ഈശ്വരൻ എന്ന് വിചാരിക്കുന്നത്, ദൈവം എന്ന് വിചാരിക്കുന്നത് അങ്ങ് ദൂരെയോ ഇരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചിട്ടാണ്. പക്ഷേ ആത്മീയ ഗുരുക്കന്മാർ പരിചയപ്പെടുത്തുന്ന ദൈവം അതല്ല. ആത്മീയ ഗുരുക്കന്മാർ പരിചയപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിറ്റ് തന്നെയാണ് നമ്മുടെ ദൈവം. നമ്മുടെ സ്പിരിറ്റ് തന്നെയാണ് നമ്മുടെ ദൈവമെന്ന് സാധാരണ മനുഷ്യർക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അവരെവിടെ ഓടുന്നത്? തെക്ക് വടക്ക് ഓടുന്നത്. അമ്പലത്തിൽ ഓടും, അവിടെ നടന്നില്ലെങ്കിൽ പള്ളിയിൽ ഓടും, അവിടെ നടന്നില്ലെങ്കിലും ഏതെങ്കിലും മദ്രസകളിലോട്ട് ഓടും, അതും നടന്നില്ലെങ്കിൽ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടും, അതുവരെയും നടന്നില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരെ കാണാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദികളെ കാണാൻ പോകും, ഇല്ലെങ്കിൽ ജോത്സ്യനെ കാണാൻ പോകും. എന്തിനു വേണ്ടിയാ? നമ്മൾ വിളിച്ചിട്ട് കേട്ടില്ല ദൈവം, ഇനി ആര് വഴി വിളിക്കണം? മറ്റുള്ള വ്യക്തികൾ വഴിയോ സ്ഥാപനങ്ങൾ വഴിയോ വിളിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ വിളി കേട്ടാലോ? ഓക്കെ, ഇതൊക്കെയാണ് സാധാരണ വ്യക്തികളുടെ കാര്യം. പക്ഷേ ശരിക്കുമുള്ള ഈശ്വരൻ ആരാ? ശരിക്കുമുള്ള ദൈവം ആരാ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്പിരിറ്റാണ്. അപ്പോൾ മനസ്സ് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആരോടാ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്പിരിറ്റിനോടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്പിരിറ്റ് ആരാ? അത് ഈ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ ഒരംശമാണ് നമ്മളിരിക്കുന്ന ജീവാത്മാവായ നമ്മുടെ സ്പിരിറ്റ്. അപ്പോൾ പരമാത്മാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവാത്മാവിനും നമ്മുടെ സ്പിരിറ്റിനും ചെയ്യാൻ പറ്റും. ഒരു കടലിനടുത്ത് പോയി നിൽക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ കടലിൻ്റെ വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കുക, അല്ലേ? കണ്ണത്താ ദൂരം ഇങ്ങനെ പടന്ന് കിടക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ കടലിലെ വെള്ളം മുഴുവൻ കുടിക്കാൻ പറ്റുമോ? പിന്നെ ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യും? വിരൽ കൊണ്ടിങ്ങനെ തൊട്ടിട്ട് നാവിൽ വയ്ക്കും, അല്ലെങ്കിൽ കൈക്കുമ്പിളിൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഒന്ന് കുടിച്ചു നോക്കും. അപ്പോൾ നമ്മൾ ഈ കൈക്കുമ്പിളിൽ കോരി കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടേസ്റ്റാണ് ആ മുഴുവൻ സമുദ്രത്തിൻ്റെ, നമുക്ക് കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ആ സമുദ്രത്തിൻ്റെ മുഴുവൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോരി കുടിച്ച ആ സാമ്പിളിനകത്തുണ്ട്. റൈറ്റ്? സോ ഇതുപോലെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരമാത്മാവിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും, എല്ലാ ശക്തിയും, എല്ലാ അതോറിറ്റിയും എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനുണ്ട്. കാരണം ആ ജീവാത്മാവെന്ന് പറയുന്നത് ആ പരമാത്മാവിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു അംശമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാ? പരമാത്മാവിനോടല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനോടാണ്.
ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ തലവേദനയുടെ എക്സാമ്പിളിലേക്ക് വരാം. എനിക്ക് കലശലായിട്ടുള്ള തലവേദന എടുക്കുകയാണ്. ഞാൻ എവിടെയാണ് അത് ഫീൽ ചെയ്യുന്നത്? എൻ്റെ ബോഡിയിലാണ്, എൻ്റെ ശരീരത്തിലാണ്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ കലശലായിട്ടുള്ള തലവേദന എടുക്കുമ്പോൾ ഞാൻ ചെന്നിട്ട് അമ്മ എനിക്ക് തലവേദന എടുക്കുന്നമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? എൻ്റെ മൈൻഡ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അമ്മ എന്ത് ചെയ്യും? എന്നോട് പറയും, അല്ലേ? എൻ്റെ മൈൻഡ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഒന്ന് തലയിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇതാര് ചെയ്തു തരും? എൻ്റെ അമ്മ ചെയ്തു തരും. ഞാൻ ആരാണെങ്കിൽ ഒരു കൊച്ചു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും വയസ്സായിട്ടുള്ള ഒരു 10-50 വയസ്സായിട്ടുള്ള ഒരു ആൾ ചെന്ന് അമ്മയുടെ അടുത്ത് അമ്മ തലവേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഞാൻ ആരെ വക വയ്ക്കുന്നില്ല. എൻ്റെ മെച്യൂറായിട്ടുള്ള മൈൻഡിന് ഞാൻ വക വയ്ക്കാതെ ഞാൻ ആരുടെ അഭയം ചൊല്ലുകയാണ്? അപ്പൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അഭയം ചൊല്ലുകയാണ്. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ ഓക്കെ, പക്ഷെ മുതിർന്നു കഴിയുമ്പോഴോ പറ്റുമോ? ഇല്ല. ഇതേ കാര്യമാണ് നമ്മുടെ മൈൻഡും സ്വീകരിക്കേണ്ടത്. മൈൻഡ് ആരടുത്ത് പോയി പറയണം? എൻ്റെ ജീവാത്മാവിൻ്റെ അടുത്ത് പോയി പറയണം. എങ്ങോട്ടല്ല പോകേണ്ടത്? ഏതെങ്കിലും പാസ്റ്റർമാരുടെ അടുത്തോ ഏതെങ്കിലും പൂജാരിമാരുടെ അടുത്തോ ഏതെങ്കിലും അമ്പലത്തിലോ ഏതെങ്കിലും മുസ്ലിയാരുടെ അടുത്തോ ഒന്നുമല്ല പോകേണ്ടത്. എവിടെ പോകണം? എൻ്റെ മൈൻഡ് എൻ്റെ സ്പിരിറ്റിനോട് സംസാരിച്ചു തുടങ്ങണം. അപ്പോൾ ഇന്ന് മതം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പരമാത്മാവിലേക്ക്, ദൈവത്തിലേക്കല്ല പോകേണ്ടത്. ആരിലേക്കാണ് പോകേണ്ടത്? എൻ്റെ ജീവാത്മാവിൻ്റെ അടുക്കിലേക്കാണ് ആ പ്രാർത്ഥന പോകേണ്ടത്. അപ്പോൾ എൻ്റെ ദൈവം ആരാ? എൻ്റെ ദൈവം ആരാ? എൻ്റെ ദൈവം എൻ്റെ ജീവാത്മാവാണ്, എൻ്റെ സ്പിരിറ്റാണ്. അപ്പോൾ ഞാൻ സംസാരിക്കേണ്ടത് എൻ്റെ സ്പിരിറ്റിനോടാണ്. അപ്പോൾ എനിക്ക് റിപ്ലൈ തരേണ്ടത്, എനിക്ക് സൊല്യൂഷൻ തരേണ്ടത് എൻ്റെ സ്പിരിറ്റാണ്. ദൈവം അങ്ങനെയാണ് കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പരമാത്മാവ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ. എല്ലാ പെറ്റീഷനും അങ്ങോട്ട് പോകാനല്ല, എല്ലാ പെറ്റീഷനും എവിടെ തീരണം? എന്നിലിരിക്കുന്ന ജീവാത്മാവിൽ തീരണം. അപ്പോൾ പ്രാർത്ഥനകൾ മുഴുവൻ ആരോടുള്ള കമ്മ്യൂണിക്കേഷനായി മാറണം? എൻ്റെ മൈൻഡിൽ നിന്ന് എൻ്റെ സ്പിരിറ്റിനോടുള്ള കമ്മ്യൂണിക്കേഷനായി മാറണം എൻ്റെ പ്രാർത്ഥനകൾ. എങ്ങോട്ടാകരുത്? എവിടെയോ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ പരമാത്മാവിലേക്ക് ആകരുത് നമ്മുടെ പെറ്റീഷൻ പോകേണ്ടത്. ക്ലിയറായോ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇനി എങ്ങനെയൊക്കെ സംഭവിക്കണം? ബോഡിയിൽ നിന്ന് മൈൻഡിലേക്കും മൈൻഡിൽ നിന്ന് സ്പിരിറ്റിലേക്കും സംഭവിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളല്ലേ, തലവേദന അനുഭവപ്പെട്ടു, തലയിൽ കൈവച്ച് നോക്കി, അത് കഴിഞ്ഞ് ഗുളിക കഴിച്ചു നോക്കി, അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി നോക്കി, എക്സ്റേ എടുത്ത് നോക്കി, ഒന്നും നടക്കുന്നില്ല. തലവേദന പ്രശ്നമായിട്ടിരിക്കുമ്പോൾ മൈൻഡ് ആരെ വിളിക്കും? ഈശ്വരാ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ പരമാത്മാവിനെ വിളിക്കുന്നതിന് പകരം എൻ്റെ മൈൻഡ് ആരോട് കോൺവെർസേഷനിലേക്ക് വരണം? എൻ്റെ മൈൻഡ് എൻ്റെ സ്പിരിറ്റിനോട് പറയണം, സ്പിരിറ്റേ, ദൈവമേ എന്ന് വിളിച്ചാലും ആരിലേക്ക് പോകേണ്ടത്? എൻ്റെ സ്പിരിറ്റിലേക്ക് പോകണം. സ്പിരിറ്റേ, അല്ലെങ്കിൽ ജീവാത്മാവേ, അല്ലെങ്കിൽ ദൈവമേ, അല്ലെങ്കിൽ ഈശ്വര, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിറ്റ് നമ്മോട് പറയും, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് നമ്മുടെ മൈൻഡിനോട് പറയും, ഈ തലവേദന വരാനായിട്ടുള്ള കാരണം നീ ഇന്ന് കഴിച്ച ഫുഡിനകത്ത് നിന്നാകാം, അവിടെ ഒരു ഫുഡ് പോയിസൺ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇന്ന് കഴിച്ച ജ്യൂസിനകത്തുള്ള ഒരു ഫുഡ് പോയിസൺ കാരണമാണ് ഈ തലവേദന വന്നിരിക്കുന്നത് എന്നുള്ള റൂട്ട് കോസ് ശരിക്കും ആര് പറഞ്ഞു കൊടുക്കും? സ്പിരിറ്റ് നമ്മുടെ മൈൻഡിനോട് പറയും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറയും, നിനക്കെതിരെ ഇന്ന വ്യക്തി ഇരുന്ന് ഒരു നെഗറ്റീവ് പ്രെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്കെതിരെ ഒരു നെഗറ്റീവ് കൺഫെഷൻ ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയുടെ എതിർ പ്രാർത്ഥനയാണ് ഈ തലവേദനയ്ക്ക് കാരണം, ആ ഒരു നെഗറ്റീവ് വൈബ് കാരണമാണ് ഈ തലവേദന വന്നിരിക്കുന്നത് എന്ന് സ്പിരിറ്റ് ആരോട് പറയും? മൈൻഡോട് പറയും. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് കൺഫെഷൻ ഒരു വ്യക്തി ചെയ്യുന്നതിന് കാരണവും ചിലപ്പോൾ ആരായിരിക്കും? നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ കാണിച്ച എന്തെങ്കിലും, ആ വ്യക്തിയോട് കാണിച്ച ചില എന്തെങ്കിലും ഒരു പ്രശ്നം, അദ്ദേഹത്തിന് ദേഷ്യമോ വൈരാഗ്യമോ വന്നിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇവൻ്റെ തലയിൽ ഇടുത്തി വീഴട്ടെ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് വൈബായിരിക്കും നമ്മുടെ തലവേദനയുടെ റൂട്ട് കോസ്. അത് പാരസെറ്റമോൾ കഴിച്ചാൽ മാറുമോ? ട്രിപ്പിട്ടാൽ മാറുമോ? എക്സ്റേ എടുത്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്താൽ മാറുമോ? മാറത്തില്ല. അതിൻ്റെ സോഴ്സ് ഇന്നതാണെന്ന് ആർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും? നമ്മുടെ സ്പിരിറ്റിന് പറഞ്ഞു തരാൻ പറ്റും, ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടർക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നം കൊണ്ട് നമ്മളൊരു മന്ത്രവാദിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ അടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ബിഷപ്പിൻ്റെ അടുത്തോ പോയാൽ അദ്ദേഹത്തിനും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൊണ്ട് നമ്മളൊരു ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു സോ കോൾഡ് ഏതെങ്കിലും ഒരു റിട്രീറ്റ് സെൻ്ററിലൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടും
കാര്യമില്ല. ആര് സംസാരിക്കണം? നമ്മുടെ സ്പിരിറ്റ് നമ്മോട് സംസാരിക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ സാധാരണപ്പെട്ട വ്യക്തികൾക്ക് ചിലപ്പോൾ ഇത് ഡൈജസ്റ്റ് ആകത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം അവർ ഏതിനെക്കുറിച്ച് അവെയറല്ല, സ്പിരിറ്റിനെ കുറിച്ച് അവെയറല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മെസ്സേജിലൂടെ, ഈ നമ്മൾ പറയുന്ന ഈ ഒരു കോൺവെർസേഷനിലൂടെ ആൾക്കാർക്ക് മനസ്സിലാകണം, എൻ്റെ ബോഡി മൈൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ എൻ്റെ ബോഡിക്കും മൈൻഡിനും ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? സ്പിരിറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സ്പിരിറ്റ് തിരിച്ച് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? നമ്മുടെ മൈൻഡിനോട്, നമ്മുടെ ബോഡിയോടും ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? സ്പിരിറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ സ്പിരിറ്റിന് ബോഡിയോടും, സ്പിരിറ്റിന് മൈൻഡിനോടും, തിരിച്ച് മൈൻഡിന് സ്പിരിറ്റിനോടും, മൈൻഡിന് ബോഡിയോടും, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിനകത്ത് ഈ ഒരു കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന, അത് ശരിക്കും നമ്മുടെ ലൈഫിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരൊക്കെ വേണ്ട? പള്ളി വേണ്ട, പാതിരി വേണ്ട, അമ്പലം വേണ്ട, പൂജാരി വേണ്ട, മുസലിയാർ വേണ്ട, പിന്നെ മോസ്കും വേണ്ട, ഈവൻ നമുക്ക് മെഡിക്കൽ സയൻസിനെ പോലും മാറ്റി നിർത്താൻ പറ്റും. സോ ഈ രീതിയിൽ ജീവിക്കണമെന്നാണ് പരമാത്മാവ് ജീവാത്മാവിനെ ഇങ്ങോട്ട് അയക്കുമ്പോൾ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ സ്പിരിറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സ്പിരിറ്റ് പറയുന്ന രീതിയിൽ ഒരു മനുഷ്യൻ ജീവിക്കണമെന്നാണ് പരമാത്മാവ് അല്ലെങ്കിൽ ശരിക്കുമുള്ള ഈശ്വരൻ്റെ ആഗ്രഹം. ക്ലിയർ? അപ്പോൾ നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനോട്, ആ ജീവാത്മാവിനോടായാൽ സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടും. ഒരു 2 വയസ്സായ ഒരു കുഞ്ഞ് വന്ന് ചില കാര്യങ്ങൾ ഒരു 30-35 വയസ്സായ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ 30-35 വയസ്സായ വ്യക്തിക്ക് ഒരുപാട് അറിവുകൾ, എക്സ്പീരിയൻസ് ഉണ്ടാകും. അതിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില സൊല്യൂഷൻ ഒരു 2 വയസ്സായിട്ടുള്ള കുട്ടിയെടുത്ത് പറയാൻ എളുപ്പമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ 2 വയസ്സായ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ചില സൊല്യൂഷൻസ് ഒരു 35 വയസ്സായ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുമ്പോൾ, അയ്യോ ഇത് ദൈവതുല്യനായിട്ടുള്ള മനുഷ്യനാണല്ലോ, ഇതൊരു ഭയങ്കര ഡിവൈനിറ്റിയുള്ളൊരു മനുഷ്യനാണോ എന്നൊക്കെ നമുക്ക് തോന്നുമോ? ഇല്ല. കാര്യം എന്താ? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു 2 വയസ്സായ കുട്ടി ഒരു 30 വയസ്സായ ഒരാളുടെ അടുത്ത് വന്ന് ഒരു പ്രശ്നം പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ മേടിച്ചിട്ട് പോകുന്നത് പോലെയാണ്. ഇപ്പോൾ ഞാനൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ, ഒരു കോമൺ മാൻ ആണെങ്കിൽ, ഞാനൊരു അച്ഛൻ്റെ അടുത്ത് പോകുന്നു, ഒരു പാസ്റ്ററുടെ അടുത്ത് പോകുന്നു, ഒരു പൂജാരിയുടെ അടുത്ത് പോകുമ്പോൾ ആ പൂജാരിക്ക് അല്ലെങ്കിൽ ആ ഒരു പാസ്റ്ററിന് ഒരുപാട് വ്യക്തികളടുത്ത് മിണ്ടിയും സംസാരിച്ചും കൗൺസിൽ ചെയ്തും ഒക്കെ ഒത്തിരി അറിവുകളുണ്ടാകാം. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള പരിചയമുണ്ടാകാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത്രയും അറിവുകൾ ഇരിക്കുന്നത് കൊണ്ട് അതിനകത്തു നിന്നുള്ളൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തരുമ്പോൾ അതെനിക്ക് എന്തായി മാറാം? ഒരു റിലീഫായി മാറാം. എന്ന് പറഞ്ഞ് ഞാൻ ആ വ്യക്തിയെ എന്തായി കാണരുത്? ഒരു സോ കോൾഡ് ഡിവൈൻ പേഴ്സണായിട്ട് കാണരുത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ആണ് അദ്ദേഹം എനിക്കൊരു സൊല്യൂഷൻ തരുന്നത്. അവിടെ ഞാൻ ശരിക്കും ആരായി? ഞാൻ അറിവില്ലാത്തൊരു വ്യക്തിയും അദ്ദേഹം അറിവുള്ളൊരു വ്യക്തിയും. ഏതുപോലെ എൻ്റെ ശരീരത്തിനകത്തൊരു അസുഖം വരുമ്പോൾ ഞാനൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടറിന് അറിവുണ്ട്, എനിക്കെന്തില്ല? ആ അറിവില്ല. ഇതുപോലെ ഇതിനെയും കാണാവും. പക്ഷേ ആ ഡോക്ടർക്ക് ആ പാസ്റ്ററിനും ഉള്ളതുപോലെയോ അതിനേക്കാളുമോ അറിവ് എവിടെ ഇരിക്കുവാണ്? എൻ്റെ ഉള്ളിലുള്ള ജീവാത്മാവിൽ ഇരിക്കുവാണ്. അപ്പോൾ സൊല്യൂഷൻ ഞാൻ പാസ്റ്ററിലും ഡോക്ടറിലും കാണുന്നതിന് മുന്നേ ഞാൻ ആരോട് ചോദിക്കണമായിരുന്നു? എൻ്റെ സ്പിരിറ്റിനോട്, എൻ്റെ ജീവാത്മാവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ സമയലാഭം, ധനലാഭം, പിന്നെ അതിനു വേണ്ടി ഇടുന്ന എഫേർട്ട് ലാഭം, ഇതൊക്കെ ആർക്ക് തന്നെ പറഞ്ഞു തരാൻ പറ്റും? എൻ്റെ ജീവാത്മാവിന് തന്നെ പറഞ്ഞു തരാൻ പറ്റും. അതാണ് കുറച്ചുകൂടെ പ്രോപ്പറായിട്ടുള്ള വേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെയൊക്കെ അവോയ്ഡ് ചെയ്യാം? ഈ പറഞ്ഞ മീഡിയേറ്റേഴ്സിനെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ എന്തോരം റിലീഫ് കിട്ടും അല്ലേ? സോ അങ്ങനെ ആകണം നമ്മുടെ ലൈഫ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിനാണ് തലവേദന പറഞ്ഞത്. തലവേദന എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമായതുകൊണ്ട് തലവേദനയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഞാനത് എക്സാമ്പിളായിട്ട് പറയുമ്പം അതിനെ വെച്ചിട്ട് വിലയിരുത്തരുത്. നമുക്ക് വരുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശാരീരിക മാനസിക വിഷയങ്ങൾ വേറെയുണ്ട്. ഡിപ്രഷൻ ഏറ്റവും വലിയൊരു വിഷയമാണ് ഇല്ലേ? ആത്മഹത്യാ പ്രവണത ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനസ്സിനകത്തും ശരീരത്തിനകത്തും വരുന്ന വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജ്, ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ വന്ന് മരിച്ചവരാണ് കൂടുതൽ. പക്ഷേ 4th സ്റ്റേജിൽ വന്ന് ആ അസുഖത്തെ റിവേഴ്സ് ചെയ്ത് വന്ന ആൾക്കാരും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ എങ്ങനെ അവർക്ക് പറ്റി? അപ്പോൾ അവർക്കത് സാധിച്ചത് ഏത് പവർ കൊണ്ടാണ്? അവരുടെ മൈൻഡിൽ നിന്ന് സ്പിരിറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സ്പിരിറ്റിൻ്റെ ആ ശരിക്കുമുള്ള ഗൈഡൻസിനകത്ത് അവരുടെ ലൈഫിനെ അവർക്ക് മാറ്റാനും പറ്റിയത് കൊണ്ടാണ് ശരിക്കും അവർക്ക് റിലീഫ് ഉണ്ടാകാൻ കാരണം. സോ ആ രീതിയിൽ നമുക്കുണ്ടാകുന്ന
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനസിക ശാരീരിക വിഷയങ്ങളെ പോലും നമ്മുടെ സ്പിരിറ്റിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ക്യാൻസർ പേഷ്യൻറ്റോ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ രോഗമുള്ള വ്യക്തികളെടുത്ത് ഡോക്ടർ ചികിത്സാ രീതിയിൽ ആ സമയത്ത് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പറയും, നിങ്ങളുടെ മൈൻഡ് പവർ കൂട്ടണം, നിങ്ങളുടെ മൈൻഡ് കപ്പാസിറ്റി കൂട്ടണം, വിൽ പവർ കൂട്ടണം എന്നൊക്കെ പറയും. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ, ഒരു 4th സ്റ്റേജൊക്കെ ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞു വിടുന്നൊരു സമയം വരും, ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇനി ഞങ്ങൾക്ക് ചെയ്യാവുന്നുള്ളതിൽ മാക്സിമം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി രോഗിയെ ഇവിടെ കിടത്തണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. പിന്നെ അവസാനം പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയും, ഇനി നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത് ഈശ്വരനെ മാത്രമേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ മെഡിക്കൽ സയൻസിൻ്റെ അവസാനം പറയുന്ന ഒരു കാര്യമാണ്, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് ചെയ്യാൻ ഇനിയൊന്നും ഇല്ല. ആ സ്റ്റേജിൽ നിന്ന് ലൈഫിനകത്തേക്ക് തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികളും ഉണ്ട്. സോ അവിടെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ സ്പിരിറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാദ്യമേ ചെയ്തിരുന്നെങ്കിലോ അത്രയും എഫേർട്ട്, അത്രയും ധനം, അത്രയും നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യായിരുന്നു, സേവ് ചെയ്യായിരുന്നു. നമ്മുടെ സ്പിരിറ്റിൻ്റെയൊക്കെ ആദ്യമേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനമാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്, ഈശ്വരനിലേക്ക് പോകുന്നത്. ഈശ്വരനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, നമ്മൾ നമ്മുടെ ജീവാത്മാവിലേക്ക്, നമ്മുടെ സ്പിരിറ്റിലേക്ക് തിരിയുന്നത് അവസാന ഘട്ടത്തിലാണ്.